ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ കോവക്കയുടെ ഒരു കൃഷിയാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തി കയറ്റി വിട്ടേക്കണേണ്. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഇതുണ്ട്. ഇത് പഴയ വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് വെട്ടി കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. ഒരു വർഷത്തോളമായിട്ട് നമ്മൾ ഈ കോവക്ക നട്ടിട്ട് കേട്ടോ. ഇതുവരെ പ്രൂൺ ചെയ്തിട്ടില്ല. വേനൽക്കാലത്ത് ശരിക്കും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ നല്ലതുപോലെ വിളവുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെട്ടിക്കളയാൻ അങ്ങനെ തോന്നത്തില്ലല്ലോ. അപ്പോൾ അത് കഴിയിട്ട് ഇപ്പോൾ മഴ തുടങ്ങിയപ്പോഴേക്കും ഇലകളൊക്കെ പോയി തുടങ്ങി. അപ്പോൾ വെട്ടാന്ന് വിചാരിച്ചു ചീഞ്ഞ് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ആകെ ഒരു തണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് നട്ടിട്ട് എനിക്ക് പിടിച്ച് കിട്ടിയത്. ആ തണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു പന്തൽ പോലെ ഇടാൻ മാത്രമായിട്ടോ. നല്ല വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് തണ്ടിന്. പിന്നെ അതിൻ്റെ താഴെ കൂടിയൊക്കെ ഇതുപോലെ ചെറിയ മുളകളൊക്കെ വന്ന് ഞാനതൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടേക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത് വെട്ടാമെന്ന് വിചാരിച്ചിരിക്കണേ. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അത് വെട്ടി നിർത്തിയിട്ടോ. പൊക്കത്തുനിന്ന് തന്നെ ഇതുപോലെ വെട്ടി, താഴേന്ന് വെട്ടിയില്ല. അപ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ എന്തായാലും പിടിച്ച് കയറി പോവാൻ. പിന്നെ വെട്ടാൻ തോന്നത്തില്ല, കാരണം അതിൻ്റെ ആ സ്റ്റെമ്പിന് അത്രമാത്രം തടിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല വണ്ണം വെച്ച സ്റ്റെമ്മാണ്, നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ചാണാപ്പൊടി മാത്രമാണ് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേനലിനൊക്കെ നല്ലതുപോലെ നനവ് വേണ്ട ഒരു ചെടിയാണ്, ഒരു ഇതാണ് കോവക്ക. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ വെട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കാണുന്നതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പടർന്ന് കയറിയേക്കണതൊക്കെ പടർച്ചങ്ങോട്ട് ഇട്ടേക്കണേ കേട്ടോ. ഹസ്ബൻഡാണ് ഇതൊക്കെ ചെയ്യണത്. ഇത് കളയണതാണ് ഇതിന് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വേനലായിരുന്നു വെച്ചാൽ നമുക്ക് ഉണങ്ങി പോയിട്ട് കത്തിച്ച് കളയായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയായത് കാരണം നമുക്കിത് കളയാനൊരു സ്പേസ് ഇല്ല. പിന്നെ അവിടെ താഴെ എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് കളയാമെന്ന് വിചാരിച്ചിരിക്കണേണ്. പൊക്കം മൊത്തം ഇങ്ങനെ ചേണി പിടിച്ചേക്കണേ കേട്ടോ മഴ കാരണം. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങി ഈ തണ്ട് ചീയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണേണ്. പിന്നെ ഇതിൽ നല്ല തളിരിലകളൊക്കെ വന്ന് കഴിയുമ്പോൾ ആ പ്ലാസ്റ്റിക് കവർ നമുക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത് ചീഞ്ഞ് പോവല്ലേ എന്നാണ് പ്രാർത്ഥന. മഴയായത് കാരണം ഒരു പേടിയാണ് ശരിക്കും. ഇതിപ്പോൾ പ്രൂൺ ചെയ്യേണ്ട ടൈമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിനി, ഇവിടെ കുറേ പണിയുണ്ട് ചെയ്യാൻ വേണ്ടി. നല്ലതുപോലെ വിളവ് കിട്ടി കേട്ടോ. എത്ര കിലോ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം കോവക്ക കിട്ടി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ട കോവക്കയാണ് കേട്ടോ, നീളം കോവക്കയല്ല. ഇതിൻ്റെ തണ്ടിൻ്റെ തടി കണ്ടോ, നമുക്ക് പിടിക്കാൻ മാത്രമുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ കോവക്ക കൊടുക്കുമായിരുന്നു. അപ്പോൾ തണ്ട് വേണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ തണ്ട് നമുക്ക് കൊടുക്കണം. അതൊക്കെ നമ്മൾ മുറിച്ച് നല്ല തണ്ട് നോക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഹസ്ബൻഡാണ് ഇതൊക്കെ ചെയ്യണത്. അത്രമാത്രം ഉണ്ട്. നമ്മൾ ടെറസ് മൊത്തം പടർത്തി കയറ്റിയേക്കണായിരുന്നു കേട്ടോ. ഇതാണ് തണ്ടുകൾ. ഈ തണ്ടുകളൊക്കെ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഇരിക്കണം കേട്ടോ. കാരണം മണ്ണിലേക്ക് കുത്തണത് നമ്മൾ കട്ട് ചെയ്ത ഭാഗം കറക്റ്റാക്കി വെക്കണം. തിരിഞ്ഞു പോകരുത് തണ്ട് കുത്തുമ്പോൾ. പിന്നെ മൂത്ത തണ്ട് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യണത് നല്ലതല്ല കേട്ടോ. നല്ല മൂത്തത്, ചെറിയൊരു ഇടത്തരം മൂപ്പ് വന്നതാണ് എപ്പോഴും നല്ലത്. ഇതെല്ലാം ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. കൊടുക്കാൻ വേണ്ടി ആളുകൾക്ക് നല്ലത് നോക്കി ഞാൻ വെക്കും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും നീളത്തിൽ തന്നെ ഇങ്ങനെ കുത്തരുത്, ചെറിയ ചെറിയ കമ്പുകളാക്കി എടുക്കണം. ആ നോട് വന്ന ഭാഗം കണ്ടു, അവിടെ വെച്ചായിരിക്കും നമുക്ക് എന്തായാലും ഇലകൾ വന്നത്, ആ ചെറിയ കൂമ്പലേക്ക് വന്നത്. ആ ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്ത് ഒരു നൂല് വെച്ച് ഞാൻ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ആ കുത്തേണ്ട ഭാഗം അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഇനി കൊടുക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ നനവ് ആവശ്യമുള്ളൊരു ചെടിയാണ് കേട്ടോ കോവൽ. ഇപ്പം ബാക്കിയുള്ളത് ഞാനിവിടെ നടാൻ പോണേനെ. കുറേ പേര് എനിക്ക് നട്ട് തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബാക്കിൽ കുറച്ച് സ്ഥലമുള്ളൂ, അവിടെയായിട്ട് മണ്ണൊക്കെ ഒന്ന് കിളച്ച് കുറച്ച് ചാണാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുത്തിട്ടോ. പിന്നെ ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നനക്കരുത്. നനച്ച് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. ഒരു 10 നട്ടാൽ മാത്രമേ നമുക്ക് ഒരെണ്ണം പിടിച്ച് കിട്ടത്തുള്ളേ. എൻ്റെ അനുഭവം ഉണ്ടത്. അപ്പോൾ ഞാനിത് മൊത്തം ഇവിടെ നേരത്തെ പിടിച്ച് നടാൻ പോണേണ്. എത്ര എണ്ണം പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ മഴക്കാലമായത് കാരണം ആഴ്ചയിൽ ഒരു ദിവസം വല്ലതും നനച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് പിടിച്ചില വന്നു കഴിഞ്ഞിട്ട് അതിന് വേര് വന്നെന്ന് വിചാരിച്ച് ആരും പൊക്കിയെടുക്കാൻ നോക്കരുത്. കാരണം ഇതിൻ്റെ വേര് വരാൻ കുറേ ടൈം എടുക്കും. ആദ്യമല്ലേ ആയിരിക്കും വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.